ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ ഈ ചെറിയ മ്യൂസിക് ഫാമിലിക്ക് നിങ്ങളും പുതിയ അംഗങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. സോ നമുക്ക് ഒരുമിച്ച് നിന്ന് എല്ലാവർക്കും സീനാക്കാം. സോ ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പെർഫോമൻസ് ഒക്കെ ചെയ്യാനായിട്ട് അവസരമുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും പരിചയപ്പെടാം. ഇന്ന് മ്യൂസിക് ക്ലബിൽ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അതെ, നല്ല വൈബാണ്. പിന്നെ ബാക്കി പിള്ളേരൊക്കെ ആയിട്ട് നമ്മള് നല്ല കമ്പനി ആയില്ലേ? അതെ, ഇനി എല്ലാ ഫ്രൈഡേ നമുക്ക് ഇതുപോലെ വൈബാക്കാം. എടാ പിള്ളേരെ, നമുക്ക് ബബിൾ ടീ കുടിക്കാൻ പോയാലോ? എങ്ങനെ ഉണ്ടായിരുന്നു മ്യൂസിക് ക്ലബ്ബ്? ഇഷ്ടമായോ? ആ, ഇഷ്ടമായി. ഞങ്ങൾ അതിനെ കുറിച്ച് തന്നെ സംസാരിച്ചോണ്ടിരുന്നത്. നല്ല വൈബാണ്. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് പെടുന്ന കമ്പനിയായി. പക്ഷെ ചൈതന്യനെ വേണ്ടാണ്ടിരിക്കാനാണ് പാട്. അങ്ങനെയാണെങ്കിൽ സഹിച്ചോ. ആ, ഇങ്ങനെ പോവാണെങ്കിൽ മ്യൂസിക് ക്ലബ്ബൊക്കെ പ്രസംഗ ക്ലബ്ബ് ആക്കേണ്ടി വരുമോ? ആ, എന്നാ എല്ലാവർക്കുള്ള പഫ്സ്. അപ്പോ പപ്സ് എന്നല്ലേ? എന്തായാലും എന്താ, തിന്നാ പോരെ. ഇത് തിന്നു കഴിഞ്ഞാൽ എല്ലാരും മോദം നോക്കി പോണേ. ഓഹ്, ടാസ്കാണ് തിന്നാൻ. എന്താ നിങ്ങള് മാത്രം ഒരു സഹായം പറയ്, നമ്മളും കൂടി കേക്കട്ടെ. അത് ഞങ്ങൾ തമ്മിലുള്ള സീക്രറ്റാ. എടാ, നീയല്ലടാ ആ പ്രണവിന്റെ കസിൻ? ആ, ചേട്ടൻ പ്രണവേട്ടന്റെ ഫ്രണ്ട് അല്ലേ? നമ്മളന്ന് പരിചയപ്പെട്ടായിരുന്നു. നമ്മ പരിചയപ്പെട്ട സ്ഥിതിക്ക് മക്കള് പോയി ചേട്ടന്മാർക്ക് സിഗരറ്റ് മേടിച്ചിട്ട് പോയോ? അല്ല ചേട്ടാ, ഇപ്പൊ ഹോസ്റ്റൽ അടയ്ക്കാറായില്ലേ? അല്ല ചേട്ടാ, ഞങ്ങൾ മേടിച്ചിട്ട് വരാം. എന്തിനാണ് മിഥുന വെറുതെ തിരിച്ച് പറയാൻ പോയ? അന്ന് ഞങ്ങളെ പാട്ട് പഠിപ്പിച്ച് റാഗ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അത് ഇവരാണ്. വെറുതെ എന്തിനാ തിരിച്ചു പോയി പറഞ്ഞ് പണി മേടിക്കുന്ന? അവരാന്ന് എനിക്കറിയില്ലല്ലോ. ഇന്നാ ചേട്ടാ. ഇനിയും നമ്മ കാണേണ്ടി വരും. നീ നന്നായിട്ട് ഗിറ്റാർ വായിക്കുന്നുണ്ട്. എന്റെ പൊന്നോ, ഞങ്ങളുടെ ചെവി പൊട്ടിച്ചളയൂ. ഇങ്ങനെ ഒന്നും അല്ല ചെയ്യണ്ടേ. ഇങ്ങനെയൊക്കെ അല്ല പഠിക്ക ചേട്ടാ. എന്റെ പൊന്നു ചൈന, നീ ഇങ്ങനെയൊക്കെ വായിച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കേടാക്കി കളയോ? എടാ, അതൊക്കെ പോട്ടെ, കൊച്ചാദ്യമായിട്ടല്ലേ. അതന്നെ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അതുകൊണ്ടല്ല, ആൾക്കാർക്കൊക്കെ എങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയണേന്ന് വിചാരിച്ചിട്ടാ. പോടോ. പ്രണവേ, ഇവിടെ മ്യൂസിക് ക്ലബിൽ പുതിയ കപ്പിൾസ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അതാര്? അങ്ങോട്ട് നോക്കിക്കേ. അതിനിപ്പ എന്താടാ, ഈ മ്യൂസിക് ക്ലബിൽ എല്ലാരും പ്രണയങ്ങ് പൂത്തുലേട്ടെ. ആ, എന്നാ താൻ പോയി കൊലക്കി. എന്തോന്ന്? പൂത്തുലയ്ക്കാന്ന്? ഓ, ആയിക്കോട്ടെ. അല്ല അനുരാഗ്, നീ വായിച്ച കോഡ് അങ്ങനെയല്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കറക്റ്റ്. പ്രണവേട്ടാ, എനിക്കിതിലേ ഒരു ഡൗട്ട് ഉണ്ട്. എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? നീ നേരത്തെ നന്നായി വായിച്ചിരുന്നാണല്ലോ. അല്ലട്ടാ, ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്, ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ശരി ശരി. എടാ, ഇവരൊക്കെ അങ്ങോട്ട് പോകുന്നേ? അറിയത്തില്ല. നീ ഇതെന്തായാലും പഠിക്കാൻ നോക്ക് ചൈനെ. ഇതിനെ കൊണ്ട് വലിയ ശല്യല്ലോ. എടാ അനുരാഗ്, എന്താ നീ ഇത് എങ്ങോട്ടാ പോണേ? നിന്റെ ഷോടപ്പിന് എന്താ വല്ല കുഴപ്പമുണ്ടോ? നീ എന്തിനാ എനിക്ക് കലിപ്പെടുന്നേ? കൊറേ ആയി ഞാൻ ക്ഷമിക്കുന്നു. നീ കാര്യം പറ. നിനക്ക് കാര്യമൊന്നും അറിയാത്ത പോലെ. എന്തേ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? നമുക്ക് രണ്ടുപേർക്ക് അറിയാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. പിന്നെ നീ എന്തിനാ എന്റെ ഫീലിങ്സ് വെച്ച് ഇങ്ങനെ ജലസർപ്പിച്ചോണ്ടിരിക്കുന്നേ? ഇനി ഇതൊക്കെ എനിക്ക് മാത്രമാണുള്ള. എടാ, നിന്റെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തതിന് ഐ ആം റിയലി സോറി. ഞാൻ നിന്റെ ആ ദേഷ്യമുള്ള മുഖം ഒന്ന് കാണാൻ വേണ്ടി ഒന്നാലോചിക്കാതെ അങ്ങനൊക്കെ. ഐ ആം സോറി. I love you and can you be my boyfriend? I promise. നിന്നെ ഞാനിങ്ങനെ ജലസരിപ്പിക്കത്തില്ല.
യെസ്. இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு தவிப்பதெனோ மனம் கலங்கி புலம்புகிறேன் கூந்தல் நெளிவில் எழில் குலச்சரிவில் கூந்தல் நெளிவில் எழில் ഇവരെവിടെ പോയി കിടക്കുകയാണ്? കുറെ നേരമായല്ലോ പോയിട്ട്. ചൈന അത് ദേ, ഷോ ഞാനിഞ്ഞ് എങ്ങനെ അവളെ മുഖത്ത് നോക്കും? നീ വന്നേ ചൈന. ചൈന എന്താ എന്താ രണ്ടുപേർക്കും വേണ്ട? ഒന്ന് പറയണ കേക്കടേ. എന്ത് കേക്കാൻ? ഒന്നില്ലല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം എന്ന് പറയണതല്ലേ. ഇവൻ പോട്ടെ എന്ന് വെക്കാം. എന്നാലും അനുരാഗേ, നീ പോലും എന്നോട് ഇനി എന്താ പറയാനുള്ളത്? രണ്ടുപേരും എന്താന്ന് ചോദിക്കൂ. ചൈന സോറി ഡി, ഞങ്ങള് പറഞ്ഞില്ലെങ്കിൽ നീ കണ്ടുപിടിക്കുന്നു ഞങ്ങൾക്കറിയാലോ. ഓ ആയിക്കോട്ടെ. എവിടെ ചെലവപ്പോഴോ? ഏ ഇപ്പൊ തന്നെ തരാം. ക്യാൻറ്റീനിൽ പോവാം. ക്യാൻറ്റീനാ? എനിക്ക് ക്യാൻറ്റീനൊന്നും പോയിട്ട് വേണ്ട, എനിക്ക് മന്തി മതി. ആയിക്കോട്ടെ, മന്തിങ്കി മന്തി. ഇതിനി എല്ലാരോടും എന്നാ പറയുന്നത്? പെർമനന്റ് ആവുന്നവരെ പ്രൈവറ്റ് ആക്കി വെക്കാം, അതല്ലേ നല്ലത്. അത് എനിക്ക് ശരിയായിട്ടും വല്ല. എന്താവിടെ ആൾക്കൂട്ടും? ഇടി അപ്പത്തെ റൂമിലത്തെ കൊച്ച് സൂയിസൈഡ് ചെയ്തെന്നു. അതെന്തിനാ അറിയത്തില്ല, പോലീസൊക്കെ വന്നിട്ടുണ്ട്. ഹലോ എടാ, നിന്റെ ഹോസ്റ്റലിൽ ഒരു സൂസൈഡ് ചെയ്തു പറഞ്ഞല്ലോ. നിന്റെ ഫ്രണ്ട് ആരെങ്കിലും ആണോ? ഏയ് അല്ലടാ, ആ കുട്ടിയെ ഞാൻ 1-2 വട്ടം കണ്ടിട്ടുള്ളൂ. ആണല്ലേ, നമുക്ക് നാളെ മുടക്കാണല്ലേ. ആയിരിക്കും. വാ പോവാം. എന്താ ആ കൊച്ചിന്റെ കാര്യം? റീസൺ വല്ല മനസ്സിലായോ? ഏയ് ഇല്ല. അപ്പോ സൂസൈഡ് ലെറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഏയ് അതൊന്നും കിട്ടിയില്ല എന്നാ പോലീസ് പറഞ്ഞ. അവരിടയ്ക്ക് വന്ന് പോകുന്നുണ്ട്. അല്ല, അവൾക്കൊരു ട്വിൻ ഉണ്ടായിരുന്നില്ലേ? ആ അവളുടെ കാര്യ കഷ്ടം. രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നതല്ലേ. നിന്റെ അങ്കിളല്ലേ കേസൊക്കെ അന്വേഷിക്കുന്നത്? ആ അതെ. മോളെ ഒന്നും അറിയാത്ത പോലെ പോവാണെങ്കിൽ മര്യാദ പാസ്ഔട്ടായി പോവാം. അല്ലെങ്കിൽ നിന്റെ ട്യൂനിന്റെ വിധി തന്നെ ആയിരിക്കും. മനസ്സിലായോടി? മര്യാദയ്ക്ക് പറഞ്ഞ ഒന്നും ചെയ്യില്ല. 2 കൊടുത്തപ്പോ സൂയിസൈഡ് ലെറ്റർ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടിയില്ലേ. നാളെ തന്നെ എവിടെയാണെന്ന് പോയി കത്തിച്ചോളായി. ഇവിടെ വെച്ച് കത്തിക്കുന്നത് സേഫ് അല്ല. കുറെ നാളായില്ലേ നിങ്ങളുടെ കയ്യിൽ പൈസ എടുത്ത് ഞങ്ങൾക്ക് സിഗരറ്റും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു തന്നെ. പാവന്റെ പ്രണവിന്റെ കസിൻസും ഫ്രണ്ട്സും. ഒരു പ്രണവ് എന്ത് ഫാൻസ് ആടാ അവന്, അതിന് മാത്രം ഉണ്ടാവും. മക്കളുടെ ജംഗ്ഷനിൽ പോ, ഒരു ചേട്ടൻ അവിടെ നിൽക്കണ്ടു. ഒരു പൊതി മേടിച്ചിട്ടിങ്ങ് വായോ, സൂക്ഷിച്ച് കൊണ്ടുവരണം. വഴി വെച്ച് പിടിച്ച് എന്തുണ്ടാവുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അത് പിന്നെ വേണ്ട ചേട്ടാ, അവനൊന്നും ചെയ്യല്ല, ഞങ്ങൾ പൊക്കോണ്ട്. ഹലോ അങ്ങളെ, ഞാൻ ചൈതന്യാണ്. ഇത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ അങ്ങനെ അവരവസരം കിട്ടിയ തെളിവൊക്കെ നശിപ്പിച്ചു കളയാനേ നോക്കുള്ളൂ. അവരൊക്കെ ഓരോ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാന്ന് തന്നെ പറയാൻ പറ്റില്ല. ഹോസ്റ്റലിൽ ഡ്രഗ് യൂസ് ഉണ്ടോ? ആ ഉണ്ട്. റെപ്യൂട്ടേഷനൊക്കെ മാനിച്ച് ഇവിടെ ആരൊന്നും പറയാണ്ടിരിക്കുന്നതാ. അയ്യോ പോലീസ്. ഏതാണ് ജെയിനിന്റെ റൂം? അത് 2nd ഫ്ലോറിലാണ്. ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്ത് നോക്കാം, ആരെങ്കിലും വരുമായിരിക്കാം. സാധനം കൊണ്ടുവന്നില്ലെങ്കിൽ എന്താണെന്നറിയാലോ. എനിക്ക് തോന്നുന്നു പ്രണവേട്ടനാളുണ്ട നമ്മളയാളൊന്നും ചെയ്യാത്തത്. അതെ, പക്ഷേ ബാക്കിയുള്ള ചെക്കന്മാരെ തല്ലി നമ്മളെ കൊണ്ട് അഡ്വാൻറ്റേജ് ഒക്കെ എടുക്കുന്നില്ല അവന്മാര്. മാം വി ഗോട്ട് ഇറ്റ്. അത് ഇവരെ പാരന്റ്സിനെ വിളിച്ച നാളെ കാലത്തന്നെ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞേക്ക്. സ്ഥലം വിടാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമായിരിക്കും. മനസ്സിലായോ? യെസ് മാം. അയ്യോ പോലീസ്.
ഈ ഡ്രഗ് യൂസ് ചെയ്ത് റാഗ് ചെയ്യുന്നതൊക്കെ ക്രൈം ആണെന്ന് അറിയോടാ. ടേക്ക് ദ മോൾ. ആ ചെക്കനെ ഹോസ്പിറ്റലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇന്നലെ നമ്മളൊന്ന് പോയപ്പോഴേക്കും എന്തൊക്കെയല്ല ഉണ്ടായേ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നലെ പോലീസ് വരാൻ കാരണം ഞാനാ. അവളുമാരെങ്ങാനും ഞാനാ ഇത് പോലീസിന് പറഞ്ഞു കൊടുത്തേന്നറിഞ്ഞ എന്റെ കർത്താവേ. നീ കാരണം മെൻസ് ഹോസ്റ്റലിൽ പോലീസ് വന്നേന്നറിഞ്ഞ നീ ചെയ്തു തന്നെയാ ശരി. അവന്മാർക്ക് ഇത് തന്നെ കിട്ടണം. അനുഭവിക്കട്ടെ എല്ലാതും. ആ വന്നേക്കുന്നു അവന്മാരുടെ അനുയായികള്. എടാ അണ്ണനെ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തിറക്കണം. ഓ അവന്മാരുടെ കുരുവണ്ണൻ. വാടാ ഇവിടുന്ന് പോവാം. അവൻ്റെ ഒരു ബൈക്ക്. എടാ പൊട്ട, നീ എന്താടാ ചെയ്തേ? ഒന്ന് നോക്കി നിൽക്കാണ്ട് ഓടറാ. അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിച്ചു. അവരൊന്നും ചെയ്യില്ല ചേട്ടാ. ഇവരെ എന്റെ പിള്ളേരാണ്. എന്നെ തൊട്ടിട്ട് ഇവരടിക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോടാ? ചേട്ടാ ഇവ നമ്മുടെ ജെഫിന്റെ ബൈക്ക് തട്ടിട്ട്. ഇല്ല ചേട്ടാ ഞങ്ങൾ പൊക്കോണ്ട്. നിനക്ക് നിന്റെ കേടായിരുന്നുടാ. ദൈവമേ, എല്ലാരും കിസ് കാണിക്കാനാണ് എന്നെ പറഞ്ഞു വിട്ടേക്കുന്നത്. നടക്കൂ. പ്രേമേട്ടാ, ഞാനൊന്നും കണ്ടില്ല കേട്ടോ. ഡി ഇതെങ്ങാനും പാട്ടേക്ക് കൊല്ലും ഞാൻ തന്നെ.